ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമാ വിഷൻ്റെ മനനശിഖരം എന്ന നോമ്പ് ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന് 21 മുതൽ 28 വരെയുള്ള വേദഭാഗം. ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുയെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് റാബിൾ റൗസർ ഫോർ പീസ്. ആ പുസ്തകത്തിൽ അതിൻ്റെ രചയിതാവ് ജോൺ അലൻ എന്തുകൊണ്ടാണ് ഡെസ്മണ്ട് ടുട്ടു ഈ വൈദിക ശുശ്രൂഷ തിരഞ്ഞെടുത്തത്, എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായി തീർന്നതെന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആംഗ്ലിക്കൻ വൈദികനായ ട്രെവർ ഹഡിൽസ്റ്റനാണ് അതിന് കാരണം. ആൻറ്റി അപ്പാർത്തീഡിൻ്റെ വലിയൊരു വക്താവായിരുന്നു ട്രെവർ ഹഡിൽസ്റ്റൺ എന്ന് പറയുന്ന ഈ വൈദികൻ. അന്നത്തെ ഒരു സാമൂഹിക ഘടന അനുസരിച്ച് വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും എന്നുള്ള ഒരു വിവേചനം വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോട്ടിൽ നടന്നു പോകുമ്പോഴും കറുത്ത വർഗ്ഗക്കാർ വെളുത്ത വർഗ്ഗക്കാർ നടന്നു വരികയാണെങ്കിൽ റോഡിനരികെയുള്ള ഓടയിൽ ഇറങ്ങി നിൽക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ സാമൂഹിക ഘടന. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരിക്കൽ തൻ്റെ അമ്മയോടൊപ്പം ബാലനായിരുന്ന ഡെസ്മണ്ട് ടുട്ടു ട്രെവർ ഹഡിൽസ്റ്റനെ കണ്ടുമുട്ടുന്നത്. ആ അമ്മയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ഉടനെ തന്നെ ട്രെവർ ഹഡിൽസ്റ്റൺ അവിടെ നിന്നും ആ ഓടയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവർക്ക് പോകുവാൻ വേണ്ടി. ഇത് അദ്ദേഹത്തെ വളരെ സ്പർശിച്ചു. ഇറ്റ് ചലഞ്ച്ഡ് ഹിസ് ലൈഫ്. അങ്ങനെയാണ് ഈ വൈദിക വൃത്തിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതും അത് അദ്ദേഹത്തെ വളരെയധികം പ്രചോദനം നൽകുന്നതും. അങ്ങനെയാണ് ഡെസ്മണ്ട് ടുട്ടു ആൻറ്റി അപ്പാർത്തീഡ് നെൽസൺ മണ്ടേല പോലുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് അതിനെതിരെ പോരാടിയത്. നൊബേൽ പീസ് പ്രൈസ് വിന്നറാണ് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി 15-ന്റെ 21 മുതൽ 28 വരെ ഉള്ള വേദഭാഗം. അതിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ടെന്ന് പറയുന്നത് നുറുക്കുകളുടെ വിശ്വാസം എന്നുള്ളതാണ്. നുറുക്കുകളുടെ വിശ്വാസം. സോർ സീദോൻ പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു ആവശ്യമായി ഓടി എത്തുന്നത്. നമ്മൾക്കറിയാം, നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നിരന്തരമായി നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഇവിടെ നിന്നും എന്താണ് ഈ നുറുക്കുകളുടെ വിശ്വാസം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? 3 ചെറിയ ചിന്തകളാണ് പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത് ഓഫ് ദ ക്രംസ്, നുറുക്കുകളുടെ വിശ്വാസം. ഇറ്റ് ഈസ് ഡിസ്റപ്റ്റീവ്. അത് ഉലയ്ക്കുന്ന ഒരു അനുഭവമാണ്. അന്നത്തെ യഹൂദ പാരമ്പര്യവും സാമൂഹിക സാംസ്കാരിക ഘടനകളുടെ ഒരു രീതി അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരു യഹൂദ റബിയോട് വന്ന് നേരിട്ട് സംസാരിക്കുവാനുള്ള ഒരു അധികാരം അന്നില്ലായിരുന്നു. ഏതും പോരാത്തതിന് ഒരു കന്യാന്യ സ്ത്രീക്ക് ഒട്ടും തന്നെ സാധിക്കുകയില്ല. എന്നാൽ ആ ഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കന്യാന്യ സ്ത്രീ അവളുടെ ആവശ്യവും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ അവിടെ വരികയാണ്. ഒരു ഘടനയും നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ പാടില്ലാത്തതാണ്. അതുതന്നെയാണ് നമ്മൾ ഈ സ്ത്രീയിലൂടെ ആദ്യം പഠിക്കുന്നത്. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ഇസ് അൺസൈലൻസ്ഡ്. നിശബ്ദതയെ ഭേദിക്കുന്നതായ ഒരു വിശ്വാസമാണ് നുറുക്കുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ഈ വേദഭാഗത്തിൽ പറയുന്നു, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത്. പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ മനഃപൂർവമായ ഒരു നിശബ്ദത നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ വന്ന് അവളുടെ ആവശ്യം പറയുമ്പോൾ ആ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെ യേശുവുമായിട്ടുള്ള ഒരു സംഭാഷണം അവൾ ആഗ്രഹിക്കുന്നു. പലപ്പോഴും വി ഗോ ഫോർ സെലക്റ്റീവ് ലിസണിങ്. മനഃപൂർവമായ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നമ്മൾ കേൾക്കുവാൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ മനഃപൂർവമായി ശ്രവിക്കുന്നവരായി തീരണം. ഇൻറ്റൻഷണൽ ലിസണിങ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം. അതുകൊണ്ട് തന്നെയാണ് ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ഇൻസ് അൺസൈലൻസ്ഡ് എന്ന് പറയുന്നത്. നിശബ്ദത ഭേദിക്കുന്നതായ ഒരു അനുഭവം. നുറുക്കുകളുടെ വിശ്വാസം ഈ നിശബ്ദതകളെയൊക്കെ ഭേദിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചില നിശബ്ദതകളിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. എന്നാൽ ഈ വേദഭാഗം പറയുന്നു ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വമായി കേൾക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തേത് ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ക്രിയേറ്റ്സ് ആൻ എക്സ്പാൻഡഡ് ടേബിൾ. വിപുലീകരിക്കപ്പെട്ട ഒരു പുത്തൻ മേശയുടെ അനുഭവമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു യഹൂദ ടേബിൾ, ഒരു യഹൂദ മേശയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെയൊക്കെ അത് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ആ വാക്കുകളിലൂടെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നുമെങ്കിലും അവിടെ കർത്താവാണ് നിൽക്കുന്നതെന്ന് നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ലാത്തതാണ്. കർത്താവ് അവിടെ അവളുടെ ആഴത്തെയാണ് അളക്കുന്നത്. ഒരിക്കലും ആ അപ്പത്തിൻ്റെ അംശിയാകുവാൻ
അധികാരമില്ലാത്ത ഒരു സ്ത്രീ അവിടെ ഇന്ന് പുതിയൊരു അനുഭവത്തിലേക്ക് വരികയാണ്. നുറുക്കുകളിൽ നിന്നും അപ്പത്തിൻ്റെ അംശയായി തീരുകയാണ്. അവിടെ പുത്തൻ മേശയുടെ വിപുലീകരണമാണ് നടക്കുന്നത്. പ്രിയരെ, ഇന്ന് നമ്മൾ നുറുക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. 3 ചെറിയ ചിന്തകളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ഇസ് ഡിസ്റപ്റ്റീവ്, ഉലയ്ക്കുന്ന വിശ്വാസം. ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ഇസ് അൺസൈലൻസ്ഡ്. ചില നിശബ്ദതകളൊക്കെ മാറ്റിവെച്ച് മനഃപൂർവ്വമായി കേൾക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഫെയ്ത്ത് ഓഫ് ദ ക്രംസ് ഇസ് an expanded table, വിപുലീകരിക്കപ്പെട്ട പുത്തൻ മേശയുടെ അനുഭവമാണ്. സകലർക്കും വേണ്ടി നൽകുന്ന വിടുതലിൻ്റെ മേശയാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ഔട്ട്ലിവ് യുവർ ലൈഫ് എന്ന് പറയുന്ന മാക്സ് ലുക്കാഡോയുടെ പുസ്തകത്തിൽ 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മേശയുടെ പിറകിൽ ഒളിക്കപ്പെട്ടതായ ഒരു യഹൂദ പെൺകുട്ടിയുടെ ജീവിത അനുഭവത്തെക്കുറിച്ച്. വേറെ എവിടെയും പോകാൻ സാധിക്കാതിരുന്നപ്പോൾ ഒരു ചെറിയ വീട്ടിൽ ഒരു മേശയുടെ പുറയിൽ ഒളിച്ചിരുന്നതായ ആ പെൺകുട്ടി. I don't have much, a small desk and a small house, but if God can use crumbs, he can use this too. ആ വീട് ഉടമയുടെ വാക്കുകളാണ്. പിന്നീട് കാലം തെളിയിച്ചു, ആ പെൺകുട്ടി മനസ്സിലാക്കി ആ മേശയാണ് അവളെ രക്ഷിച്ചത്. ആ മേശ നൽകുവാൻ തക്കവണ്ണം, ആ ഒരു വിപുലീകരിക്കപ്പെട്ട മേശയാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഉടമയ്ക്ക് നൽകുവാനും സാധിച്ചു. ഇന്ന് നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? ജീവനെ ഹനിക്കുന്ന ചില ഘടനകളെ നമ്മുടെ വിശ്വാസം ഉലയ്ക്കുന്ന വിശ്വാസമായി തീരണം. നമ്മൾ മനഃപൂർവ്വമായി നിശബ്ദത പാലിക്കുന്നവരാണെങ്കിൽ മനഃപൂർവ്വമായി ശ്രവിക്കുവാനും കൂടെ നമ്മൾക്ക് സാധിക്കണം. പുത്തൻ മേശയുടെ അനുഭവം, വിപുലീകരിക്കപ്പെട്ട മേശയുടെ അനുഭവമായി തീരണം ഈ നുറുക്കുകളുടെ വിശ്വാസം. ഈ നുറുക്കുകളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ, ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.